കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി മേഖലയിൽ വെള്ളപ്പൊക്ക ഭീഷണിയാണ്. കനത്ത മഴയ്ക്കും മലവെള്ളപ്പാച്ചിലിനും പിന്നാലെ പുഴകളിൽ ജലനിരപ്പ് കുത്തനെ ഉയർന്നിട്ടുണ്ട്. പായം, വിളമന, കരിക്കോട്ടകരി, അയ്യങ്കുന്ന് വില്ലേജുകളിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ കക്കുവ, ബാവലി പുഴകളൊക്കെ കരകവിഞ്ഞിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം ആറളം വനമേഖലയിൽ ഉരുൾപൊട്ടിയതായിട്ട് സംശയവുമുണ്ട്. ദൃശ്യങ്ങൾ കാണാം. കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പറമ്പുകളാകെ വെള്ളം കയറിയ ഒരു അവസ്ഥയാണുള്ളത്. ഫെലിക്സ്, ഈ കണ്ണൂർ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. പലയിടങ്ങളിലും പറമ്പാകെ വെള്ളം കയറിയിരിക്കുകയാണ്. നദികളുടെ ജലനിരപ്പ് ഉയരുകയാണോ? ഇപ്പോൾ മഴയുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? നമ്മൾ ഈ കണ്ടത് ഇന്നലത്തെ കാര്യമാണ്. ഇന്നിപ്പോൾ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഈ പുഴയിലെ ജലനിരപ്പിലും കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ അതേസമയം ഈ ഭീഷണി മാറുന്നില്ല. കാരണം ഇനിയും അതിശക്തമായ മഴ പെയ്താൽ തീർച്ചയായിട്ടും ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. ആറളം മേഖലയിലും സമാനമായ അവസ്ഥയാണ്. ഇപ്പോൾ ആറളം മേഖലയിൽ ഈ വലിയ രീതിയിലാണ് പുഴകളിൽ, പ്രത്യേകിച്ച് പാലപ്പുഴ പുഴയിലടക്കം ജലനിരപ്പ് ഉയർന്ന് പുഴയുടെ അതായത് പാലത്തിലടക്കം വെള്ളം കയറുകയും ചെയ്തു. ഇപ്പോൾ കൃഷിയിടങ്ങളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. ഈ പുല്ലൊക്കെ കൃഷി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ വെള്ളം കയറി അതൊക്കെ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് അങ്ങ് ദൂരെയാണ് പുഴ. പക്ഷെ പുഴ കരകവിഞ്ഞ്, ഇത് പാലപ്പുഴ പുഴയാണ്, അത് കരകവിഞ്ഞ് ഇങ്ങനെ കൃഷിയിടത്തിലേക്കും കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൃഷിയൊക്കെ നശിച്ചു പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. അതിശക്തമായ മഴയാണ് കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ. അതായത് ഇന്നലെ രാവിലെ മലയോര മേഖല അതിശക്തമായ മഴയുണ്ടായിരുന്നു. രാത്രിയായപ്പോൾ മഴ കുറച്ചുകൂടി ശക്തമായി. മാത്രമല്ല ഈ ആറളം വനമേഖലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതായുള്ള സംശയവുമുണ്ട്. അങ്ങനെയാണ് വലിയ രീതിയിൽ വെള്ളം ജലനിരപ്പ് ഉയർന്നത്. ഇപ്പോൾ ജലനിരപ്പിൽ അല്പം കുറവുണ്ടായി എന്നത് മാത്രമാണ് ആശ്വാസം. പക്ഷെ അതേസമയം ഇനിയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്നലെ ഇതായിരുന്നില്ലല്ലോ സ്ഥിതി? ഇന്നലെ ഇതല്ല. ഇന്നലെ നല്ല വെള്ളേനും. ഇന്നലെ രാവിലെ അങ്ങനെ വെള്ളമില്ല. പിന്നെ ഉച്ചശേഷം വെള്ളം നല്ലോണം വന്ന്. ഉച്ചശേഷം ഭയങ്കര മഴയേനും. ആ മഴ 11 മണി മുതൽ മഴ പെയ്തിട്ട് ഒരു 3 മണി വരെ നല്ല മഴ. ആ മഴയിലാണ് ഫുള്ള് കവർ ചെയ്തേ. പുഴ ഉരുള് പൊട്ടിന്ന് തന്നെ കൊട്ടിയൂര് വെള്ളം ഫുള്ള് കവർ ചെയ്തേനെ. ഈ പുല്ല് ഫുള്ളും ഒന്നും ഒഴിവില്ല, ഫുള്ള് വെള്ളേനും, എല്ലാവരുടെയും വെള്ളേനും. വീടുകളിൽ വെള്ളം കയറ്റിട്ടുണ്ട്. ഇവിടെയല്ല, 1-2 ദിവസം കാക്കിനാടുള്ള ന്യൂ ലൈഫ് ഹോട്ടലിൽ ഫുള്ള് കവർ ചെയ്തേനെ. വീഡിയോ ഉണ്ട്, നമ്മളെ ഫോണിലുണ്ട്, വാട്സാപ്പിൽ വന്നിട്ട് കാക്കിനാട് ടൗൺ മൊത്തം കവർ ചെയ്തേനെ വെള്ളം. മഴ മാറി നിൽക്കുന്ന ഒരു ആശ്വാസം ഇല്ല. മഴ ചെറുങ്ങനെ മാറിയിരിക്കുന്നുണ്ട്. കുറച്ചും കൂടാൻ സാധ്യതയുണ്ട്. എന്നാൽ രാത്രി ഇതേ മഴയെങ്കിൽ നേരം വെക്കുമ്പോക്ക് ഇതെന്നല്ല കവർ ചെയ്യും, വെള്ളം ഫുൾ കവർ ചെയ്യും. വൈദ്യുതിയൊക്കെ ഉണ്ടോ? വൈദ്യുതി പോവുക വരിക ഇതന്നെ. കറണ്ട് പോകും, ഒരു 5 മിനിറ്റ് നിൽക്കും, പിന്നെയും പോകും, പിന്നെയും വരും, പിന്നെയും പോകും. തീർച്ചയായിട്ടും അങ്ങനെ അതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു അവസ്ഥ. അതായത് ജലനിരപ്പ് കുറയുന്നു എന്നത് മാത്രമാണ് ഒരു ആശ്വാസമായി മാറുന്ന കാര്യം. അതേസമയം ഈ മേഖലയിൽ, അതായത് ഇരിട്ടി മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ആശങ്ക എന്നത് വെള്ളപ്പൊക്ക ഭീഷണിയാണ്. പായം, അയ്യങ്കുന്ന്, കരിക്കോട്ടക്കരി തുടങ്ങിയ വില്ലേജുകളിൽ വെള്ളപ്പൊക്ക ഭീഷണിയുടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത്തരം ഇടങ്ങളിൽ താമസിക്കുന്നവർക്കാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ? അതായത് മരങ്ങളൊക്കെ പലയിടങ്ങളിലും വീണ് ഗതാഗതം തടസ്സപ്പെടുകയും വീടുകൾക്ക് മുകളിലേക്കൊക്കെ മരങ്ങൾ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കണ്ണൂർ അങ്ങനെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ പുതിയതായിട്ടോ? എല്ലാം അതിശക്തമായ കാറ്റായിരുന്നു ഇന്നലെ രാത്രി ജില്ലയിൽ അനുഭവപ്പെട്ടത്. പലയിടങ്ങളിലും മരങ്ങളൊക്കെ പൊട്ടി വീണിട്ടുണ്ട്. വൈദ്യുതി പലയിടങ്ങളിലും ഇല്ല. പ്രത്യേകിച്ചും ചില സ്ഥലങ്ങളിൽ ഇന്നലെ രാവിലെ പോയ വൈദ്യുതിയാണ്. ഇടയ്ക്ക് വല്ലപ്പോഴും വന്നു എന്നത് ഒഴിച്ചാൽ ഏതാണ്ട് ഭൂരിഭാഗ സമയവും വൈദ്യുതി ഇല്ലാത്തൊരവസ്ഥയാണ് കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ പ്രത്യേകിച്ചും ഇപ്പോഴുള്ളത്. അതേസമയം വീടുകൾക്ക് മുകളിലേക്ക് മരം വന്ന് വീണിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി. പക്ഷെ വീട്ടുകാർക്കൊന്നും തന്നെ ഒരു പ്രശ്നവും ഉണ്ടായില്ല എന്നതാണ് ആശ്വാസകരം. മാത്രമല്ല പലയിടങ്ങളിലും റോഡുകളിലേക്കും ഇന്നലെ മാക്കൂട്ടം ചുരം എന്ന് പറയുമ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്നും കർണാടകത്തിലേക്ക് മൈസൂരിലേക്ക് പോകുന്ന വഴിയാണ്. അവിടെ മാക്കൂട്ടം ചുരത്തിൽ ഇന്നലെ മരം പൊട്ടി വീണിരുന്നു. പിന്നീട് അത് മുറിച്ചു മാറ്റുകയാണ് ഉണ്ടായത്. അങ്ങനെ പലയിടങ്ങളിലും മരം പൊട്ടി വീഴുന്നുണ്ട്. പക്ഷേ
ഇപ്പോഴത്തെ ഒരു കാര്യം എന്നത് മഴ അല്പം മാറി നിൽക്കുന്നു എന്നതാണ്. പക്ഷെ കാറ്റാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാറ്റൊരു പ്രധാനപ്പെട്ട ആശങ്കയാണ്. കാരണം മഴയ്ക്കപ്പുറത്തേക്ക് ഇന്ന് പുലർച്ചെ അടക്കം അതിശക്തമായ കാറ്റാണ് കണ്ണൂർ ജില്ലയിലെ നഗരമേഖലയിൽ കണ്ണൂർ ടൗണിലടക്കം അനുഭവപ്പെട്ടത്. പലയിടങ്ങളിൽ നിന്ന് പരസ്യ ബോർഡുകളൊക്കെ തന്നെ തെറിച്ച് വീഴുന്നത് കണ്ടു. ഡിവൈഡറുകൾ, റോഡിൽ സ്ഥാപിച്ച ഡിവൈഡറുകളൊക്കെ തന്നെ നിലത്ത് വീട് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ആശങ്ക കൂടിയുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഴയുടെ അളവിൽ കുറവുണ്ട്, ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വലിയ ആശ്വാസമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇനിയും അതിശക്തമായ മഴയുണ്ടായാൽ ശരി ഫെലിക്സ്, കണ്ണൂരെ ഒരു സാഹചര്യമാണ് ഫെലിക്സ് വിവരിച്ചത്. അതായത് ഇപ്പോൾ മഴയ്ക്ക് ചെറിയൊരു ശമനമുണ്ട്, പക്ഷേ വരും മണിക്കൂറുകളിലും മഴ പെയ്യാനുള്ള സാധ്യത തന്നെയാണുള്ളത്. പ്രേക്ഷകർ കണ്ട ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസത്തെ ദൃശ്യങ്ങൾ അതിൽ ഉണ്ടായിരുന്നു. അതായത് ജലനിരപ്പ് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കണ്ടതുപോലെയല്ല, കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഫെലിക്സ് നൽകുന്ന വിവരം. പക്ഷേ കാറ്റ് പ്രധാനമായിട്ടും ഒരു വെല്ലുവിളിയായിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിലടക്കം ശക്തമായ രീതിയിലായിരുന്നു കാറ്റ് വീശിയടിച്ചത്. ഫ്ലെക്സ് ബോർഡുകളടക്കം റോഡിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്തായാലും നിലവിൽ ചെറുതായിട്ട് മഴയൊന്ന് ശമിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഫെലിക്സ് പങ്കുവച്ചത്.